Welcome to my YouTube channel. Today we are discussing about memory management in Python. Okay. What do you mean by memory management? Memory management is the process of efficiently allocating, deallocating and coordinating memory so that all the different processes run smoothly and can optimally access different system resources. അതായത് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ പർട്ടിക്കുലർ ഒരുപാട് ആപ്പുകൾ അറ്റ് എ ടൈം റണ്ണ് ചെയ്യുന്ന സമയത്ത് എഫിഷ്യൻ്റ് ആയിട്ട് അതിനെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് മെമ്മറി റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുക അതിൻ്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അതിനാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിന് കൂടുതൽ മെമ്മറി പ്രിഫറൻസ് കൊടുക്കുകയും നിങ്ങൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിന് കുറഞ്ഞ മെമ്മറി പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡ്, അതിനാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ മെമ്മറി മാനേജ്മെന്റ് ആൾസോ ഇൻവോൾവ്സ് ക്ലീനിങ് മെമ്മറി ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ നോ ലോങ്ങർ ബീങ് ആക്സസ്. അതായത് ഒരുപാട് നാളായി ഉപയോഗിക്കാത്ത ടൈപ്പ് ഓഫ് ഡേറ്റാസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെമ്മറീസിലുള്ള ഡേറ്റാസിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, അതിനെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റുകയും പുതിയ ഇതിന് പ്രയോറിറ്റി കൊടുത്ത് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഇതിന് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പൈതണിലാണെങ്കിൽ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ദ കൈൻഡ്സ് ഓഫ് ടാസ്ക് ഓഫ് ബൈ പീരിയോഡിക്കലി റണ്ണിങ് ടു ക്ലീൻ അപ്പ്, അലോക്കേറ്റ് ആൻഡ് മാനേജ് മെമ്മറി. പൈതണിനെ സംബന്ധിച്ചോളം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ മെമ്മറി മാനേജറാണ് ഇതിന് കാരണം. അതായത് മെമ്മറി മാനേജറാണ് ഈ മെമ്മറി റീഅലോക്കേഷൻസും മെമ്മറിക്കുള്ള പ്രോപ്പർ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷനൊക്കെ നോക്കുന്നത്. എങ്ങനെയാണ് ഈ മെമ്മറി മാനേജർ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സിയിലും ജാവയിലും അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും പകരം ഇവിടെ റെഫറൻസ് കൗണ്ടിങ് എന്ന മെക്കാനിസത്തിലൂടെ ഒരു ഒബ്ജക്റ്റിനെ ഉപയോഗിച്ച് പർട്ടിക്കുലർ റെഫറൻസുകൾ കൗണ്ട് ചെയ്ത് ഒരേ ഒബ്ജക്റ്റ് തന്നെ പല ആപ്ലിക്കേഷൻസിനും പല പ്രൊസീജിയേഴ്സിനും പല മെത്തേഡ്സിനും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രൊസീജിയർ മെത്തേഡ്സിനും എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് മെമ്മറി മാനേജർ കീപ്സ് ട്രാക്ക് ഓഫ് ദ നമ്പർ ഓഫ് റെഫറൻസ് ടു ഈച്ച് ഒബ്ജക്റ്റ് ഇൻ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ ഒരു ഒബ്ജക്റ്റിന് എത്ര തവണ റെഫറൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നത് എന്താണ്, ഈ മെമ്മറി മാനേജറാണ്. ഓക്കെ, then ഒബ്ജക്റ്റ് റെഫറൻസ് കൗണ്ട് ഡ്രോപ്സ് 0. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ റെഫറൻസ് കൗണ്ട് 0 ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒബ്ജക്റ്റ് ഇനി മുതൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, ഗാർബേജ് കളക്ടർ എന്ന് പറയുന്ന മെമ്മറി മാനേജറിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഭാഗത്തൂടെ അതിനെ ആ ഒബ്ജക്റ്റിനെ ഫ്രീ ആക്കി കളയുന്നു, അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് കളയുന്നു. ഗാർബേജ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് അല്ലേ, അപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇനി യൂസർ നീഡ്സ് നോട്ട് ടു വറി അബൌട്ട് മെമ്മറി മാനേജ്മെന്റ് ആസ് എ പ്രോസസ് ഓഫ് അലൊക്കേഷൻ ഡീഅലൊക്കേഷൻ മെമ്മറി ഫുള്ളി ഓട്ടോമാറ്റിക്. റീക്ലെയിംഡ് മെമ്മറി ക്യാൻ ബി യൂസ്ഡ് ബൈ അതർ ഒബ്ജക്ട്സ്. അതായത് ഈ മെമ്മറി മാനേജ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് റെഫറൻസ് കൗണ്ട് 0 ആകുന്നത് ആ സമയത്ത് ഒബ്ജക്റ്റിനെ ഗാർബേജ് കളക്ടർ കളക്ട് ചെയ്ത് മാറ്റുകയാണ്. അവിടെ നമ്മൾ അല്ല ചെയ്യുന്നത്, മാനുവലി അല്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഓരോ മെമ്മറി സ്പേസ് ഒരു ഒബ്ജക്റ്റിന് പുതിയ റീക്ലെയിം ചെയ്യുന്നതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പൈതൺ ഒബ്ജക്ട്സ് ഇൻ മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, ഈച്ച് വേരിയബിളിന് പൈതൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, നമ്പേഴ്സ് ആവാം, സ്ട്രിങ്സ് ആവാം, ഡിക്ഷണറീസ് ആവാം, ലിസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡിഫൈൻഡ് ക്ലാസസ് ഒക്കെ ആവാം. അപ്പോൾ ഫർദർ മോർ പൈതൺ ഇസ് എ ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് വിച്ച് മീൻസ് ദാറ്റ് വി ഡു നോട്ട് നീഡ് ടു ഡിക്ലെയർ ദ വേരിയബിൾസ് ബൈ ഓർ ദെയർ ടൈപ്സ് ബിഫോർ യൂസിങ് ദം ഇൻ പ്രോഗ്രാം. അതായത് പൈതണിൽ ഡൈനാമിക് ആയിട്ട് ലാംഗ്വേജിന് അതിൽ വേരിയബിൾ ടൈപ്സ് എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്യും. ഇൻറ്റ് ആണെങ്കിൽ എന്താ പറയുക, ഇൻറ്റീജർ ആണ്, അല്ലെങ്കിൽ ക്യാർ ആണെങ്കിൽ ക്യാരക്ടർ ആണ്, സ്ട്രിങ്സ് ആണെങ്കിൽ സ്ട്രിങ് ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ലൈൻ 1 നമ്മൾ x=5 പ്രിന്റ് x എന്ന് കൊടുത്തു. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്തു. ഇനി ലൈൻ 2 നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് x എന്ന് കൊടുത്തു. ഓക്കെ, അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ലൈനിൽ പ്രിന്റ് x എന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ എറർ കാണിക്കുന്നു. കാരണം എന്താ, നെയിം എറർ. അതായത് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. അതായത് x എന്ന് പറഞ്ഞ വാല്യൂ 5 ആയിരുന്നു, അത് പ്രിന്റ് ചെയ്തു. പക്ഷേ ആ x എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്ത് റെഫറൻസ് കൗണ്ട് 0 ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും പ്രിന്റ് x എന്ന് കൊടുക്കുമ്പോൾ അവരുടെ നെയിം എററാണ്. അതായത് x എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് പറയുന്നത്, ഇഫ് യു ലുക്ക് അറ്റ് ദ ഫസ്റ്റ് 2 lines ഓഫ് ദ സെയിം എബോവ് പ്രോഗ്രാം ഒബ്ജക്റ്റ് x is known, but when we delete the object x and try to use it, we get an error stating that variable x is not defined because എന്താണ്, x എന്ന് പറഞ്ഞ വാല്യൂ ഓൾറെഡി ഡിലീറ്റ് ആയി. അപ്പോൾ റെഫറൻസ് കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും 0 ഡ്രോപ്പ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഇനി നമ്മൾ ആ പ്രിന്റ് x എന്ന് പറഞ്ഞ വാല്യൂ ടൈപ്പ് ചെയ്താലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരു കമാൻഡ് കൊടുത്താലും അത് റൺ ആവുകയില്ല എന്നതാണ്.
അത് പറയുന്നത് ഹൗ പൈതൺ ഒബ്ജക്ട്സ് സ്റ്റോർ ഇൻ മെമ്മറി. മെമ്മറിയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു? പേരുകളായിട്ട്, അത് റെഫറൻസുകളായിട്ട്. ആ റെഫറൻസുകൾ പൈതലിൽ ഒബ്ജക്ട്സുകളായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇൻ ടോട്ടൽ നെയിംസ് കൊടുത്താൽ റെഫറൻസ് കൗണ്ട് വരും, അത് ഒബ്ജക്ട്സ് ആയിട്ടാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് പൈതന്റെ മെമ്മറിയിൽ. എന്താണ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ? ഒരു നെയിം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഒബ്ജക്റ്റ് ആണ്. മറ്റൊരു ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യുന്നതിനാണ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി റെഫറൻസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫറൻസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. എന്തുകൊണ്ട്? ഒബ്ജക്റ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നു ഫോർ ഫർദർ റെഫറൻസ്. അതായത് വീണ്ടും അതേ ഒബ്ജക്റ്റിനെ നമ്മൾ ഓരോ ഫങ്ഷൻസ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്താണ്? ഒരു റെഫറൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, റെഫറൻസ് കൗണ്ട് ചെയ്ത് മാറ്റുന്നു. അതാ പറയുന്നത്. ഈ റെഫറൻസ് കൗണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു? അതായത് ഞാൻ പറഞ്ഞുതരാം. എക്സ് ഈസ് ഈക്വൽ ടു 300 എന്ന് എഴുതി. അപ്പോൾ എന്നിട്ട് നമ്മൾ x+1 എന്ന് എഴുതുമ്പോൾ മനസ്സിലാക്കുക, y എന്ന് പറയുന്നത് ഇതിനും 300 എന്ന വാല്യൂ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഇതിനും 300 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പോൾ രണ്ട് റെഫറൻസ് ആയി കഴിഞ്ഞു. എന്തിന്? 300 എന്ന് പറയുന്ന വാല്യൂവിന് രണ്ട് റെഫറൻസ് ആയി. ആദ്യത്തെ കേസിൽ ഒന്നേ ഉള്ളായിരുന്നു. അടുത്ത കേസിൽ x+1 എന്ന് പറയുമ്പോൾ രണ്ട് റെഫറൻസ് ആയി. അതായത് എക്സും വൈയും കൊടുത്ത് എക്സ് വൈക്ക് 300 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നായി. അതാ പറയുന്നത്. റിലീസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്തില്ല, പക്ഷേ ആ എന്ത് ചെയ്യുന്നു? റെഫറൻസിനെ റിമൂവ് ചെയ്യുന്നു. അതായത് റെഫറൻസ് കൗണ്ടിനെ 1 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് എന്ന് പറഞ്ഞാൽ 300 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 300 ആണ്. ഡിലീറ്റ് എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ 5th ലൈനിൽ ഡിഫൈൻ പ്രിന്റ് വേർഡ് നമ്മൾ വേർഡ് 7 എന്ന് കൊടുക്കുന്നു. പ്രിന്റ് വേർഡ് ഈസ് പ്ലസ് വേർഡ് എന്ന് പറയുമ്പോൾ ഈവൻ വേർഡ് ഈസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വരുന്നു. ഈ 7 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സ്കോപ്പ് ആണ്, കാരണം റെഫറൻസ് കൗണ്ട് -1 ആവുന്നത് കൊണ്ട് വേർഡ് എന്ന് പറയുന്നത് 7 ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇനി വാട്ട് ഈസ് എ ഗാർബേജ് കളക്ടർ? എന്താണ് ഗാർബേജ് കളക്ടർ എന്ന് പറഞ്ഞാൽ? എ വേ ഫോർ എ പ്രോഗ്രാം ടു ഓട്ടോമാറ്റിക്കലി റിലീസ് മെമ്മറി ദ ഒബ്ജക്റ്റ് ടേക്കിംഗ് അപ്പ് ദ സ്പേസ് നോ ലോങ്ങർ ഇൻ യൂസ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരുപാട് നേരമായി അത് യൂസിലല്ല, അല്ലെങ്കിൽ നോട്ട് ഇൻ യൂസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്ത് പറ്റുന്നു വെച്ചാൽ അതിന് ഗാർബേജ് കളക്ടർ വഴി കളക്ട് ചെയ്ത് മാറ്റുന്നു. അതായത് പറഞ്ഞാൽ പൈതൺ ഗാർബേജ് കളക്ടർ GC റൺസ് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ആസ് ട്രിഗർഡ് ഇഫ് ദ റെഫറൻസ് കൗണ്ട് റെഡ്യൂസസ് ടു 0. പ്രോഗ്രാം റണ്ണിങ് ടൈമിൽ തന്നെയാണ് ഗാർബേജ് കളക്ടർ റൺ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്ത് പറ്റുന്നു? ഈ റെഫറൻസ് കൗണ്ട് എപ്പോൾ 0 ആവുന്നു അതനുസരിച്ച് ഇത് 0 ആവുകയും ഒബ്ജക്റ്റിനെ ഗാർബേജ് കളക്ടർ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. മെമ്മറി എന്ന് പറഞ്ഞാൽ ഹീപ്പാണ്. അതെവിടെ ഒബ്ജക്ട്സും ഉണ്ട്, ഡേറ്റാ സ്ട്രക്ചേഴ്സും ഉണ്ട്. Allocation and deallocation of this heap space is controlled by Python memory manager using this by API functions. Okay. The two main types of garbage collectors എന്ന് പറയുന്നത് എന്താണ്? റെഫറൻസ് കൗണ്ടിങ് വഴിയും ട്രേസിങ് വഴിയാണ്. റെഫറൻസ് കൗണ്ടിങ് ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്പർ ഓഫ് റെഫറൻസ് വഴി കൗണ്ട് ചെയ്യുകയും ഗാർബേജ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നു. റെഫറൻസ് കൗണ്ട് 0 ടൈമിൽ എന്ത് ചെയ്യുന്നു? ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് കൗണ്ടിൽ ഇൻക്രിമെന്റ് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? റെഫറൻസ് ക്രിയേറ്റ് ആയില്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യുകയും ആ റെഫറൻസിനെ ഡിസ്ട്രോയ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളിവിടെ പറയുന്ന tracing garbage collector can impact efficiency severely by context switching and cache line faults. They collect relatively infrequently while accessing objects is done continually. ഇനി കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്, മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റംസിന്റെ ഫോർ ദ എഫിഷ്യൻസി ഓഫ് മെമ്മറി റിസോഴ്സ്. എഫിഷ്യന്റ് മെമ്മറി മാനേജ്മെന്റ് ബെനിഫിറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ സെവറൽ വേസ് ഇൻക്ലൂഡിംഗ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ, സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. എന്താണ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു, റിസോഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്ത് മാറ്റുന്നു, സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, സ്കെയിലബിലിറ്റി വൈഡ് ആക്സസിലേക്ക് നമുക്ക് ഒരു ആപ്ലിക്കേഷനെ പർട്ടിക്കുലർ ഇതിനെ ഇൻസ്റ്റൻസിന് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സ്കെയിലബിലിറ്റി ആകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Hope you have understood. Okay.